ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഫെബ്രുവരി 23. അപരിചിതനെ സ്വാഗതം ചെയ്യുക. ആകയാൽ നിങ്ങളിനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരുമത്രേ. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 19-ാം വാക്യം. തൻ്റെ അമ്മയ്ക്കും സഹോദരിമാർക്കും ഒപ്പം പീഡനത്തിൽ നിന്ന് അഭയാർത്ഥി ക്യാമ്പിലൂടെ അമേരിക്കയിലെ സുരക്ഷിതത്വത്തിലേക്കുള്ള തൻ്റെ ഭയാനകമായ യാത്ര എവറിത്തിങ് സാഡ് ഈസ് അൺട്രൂ എന്ന പുസ്തകത്തിൽ ഡാനിയേൽ നയേരി വിവരിക്കുന്നു. ഒരു വൃദ്ധ ദമ്പതികൾ അവരെ സ്പോൺസർ ചെയ്യാൻ സമ്മതിച്ചു. അവർക്ക് അവരെ അറിയില്ലെങ്കിലും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഡാനിയേലിന് അത് മറക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം എഴുതുന്നു, നിങ്ങൾക്ക് അത് വിശ്വസിക്കാനാകുമോ? പൂർണ്ണമായും അന്ധരായ അവർ അത് ചെയ്തു. അവർ ഒരിക്കലും ഞങ്ങളെ കണ്ടുമുട്ടിയിട്ടില്ല. ഞങ്ങൾ വില്ലന്മാരാണെന്ന് തെളിഞ്ഞാൽ അവർ അതിന് പിഴ നൽകേണ്ടി വരും. അത് എനിക്ക് ചിന്തിക്കാൻ കഴിയാത്തത്ര ധീരവും ദയയുമുള്ള സാഹസികവുമാണ്. എങ്കിലും മറ്റുള്ളവരോട് ആ തലത്തിലുള്ള കരുതൽ നമുക്കുണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അന്യരോട് ദയ കാണിക്കണമെന്ന് ദൈവം ഇസ്രായേലിനോട് പറഞ്ഞു. അവനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. നിങ്ങളും മിസ്രയീം ദേശത്തു പരദേശികളായിരുന്നുവല്ലോ. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു എന്ന് വിജാതീയരായ വിശ്വാസികളെ അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. അതിനാൽ യഹൂദരും വിജാതീയരും ആയ മുമ്പ് പരദേശികളായിരുന്ന നമ്മോടെല്ലാം അപരിചിതരോട് ആതിഥ്യം കാണിക്കാൻ ദൈവം കൽപ്പിക്കുന്നു. സ്വന്തം കുടുംബത്തോടൊപ്പം വളർന്ന ഡാനിയേൽ ഇപ്പോൾ ജിമ്മിനെയും ജിൻ ഡോൺസനെയും പ്രശംസിക്കുന്നു. അത്രയും നല്ല ക്രിസ്ത്യാനികളായിരുന്ന അവർ ഒരു അഭയാർത്ഥി കുടുംബത്തെ അവർക്ക് ഒരു വീട് കണ്ടെത്തുന്നതുവരെ തങ്ങളോടൊപ്പം താമസിക്കാൻ അനുവദിച്ചു. ദൈവം അന്യനെ സ്വാഗതം ചെയ്യുകയും നമ്മളും അവരെ സ്വാഗതം ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ചിന്തിക്കുക, നിങ്ങളുടെ ലോകത്ത് ആരാണ് അന്യൻ? നിങ്ങൾക്ക് എങ്ങനെ അവരെ നിങ്ങളുടെ മധ്യത്തിലേക്ക് സ്വാഗതം ചെയ്യാൻ കഴിയും? ദൈവത്തിന് മഹത്വം.